ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു റാങ്ക് എക്സൽ PSC. അപ്പോൾ 10th പ്രിലിംസിലെ SCERT മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9th സോഷ്യൽ സയൻസ് പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യുന്നത്. ജോഗ്രഫി ആണ്. അപ്പോൾ നമ്മളുടെ ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ചെയ്തു കഴിഞ്ഞു. ഇനി ജോഗ്രഫി ആണ്. അപ്പോൾ യൂണിറ്റ് 1 ലോകത്തിന്റെ നെറുകയിൽ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കാം. ചെയ്തു നോക്കി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ മോക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിന്ദുക്കുഷ്, പാമീർ പീഠഭൂമി, കാരക്കോറം, ലഡാക്ക്. ഇതിലേതാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പാമീർ പീഠഭൂമിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഭൂരൂപശാസ്ത്രപരമായി ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, മധ്യ ഇന്ത്യൻ കുന്നുകൾ, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മധ്യ ഇന്ത്യൻ കുന്നുകൾ എന്നൊരു വിഭാഗമായിട്ട് തിരിച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇതിന്റെ വീതി എല്ലാ സ്ഥലത്തും ഒരുപോലെ 400 കിലോമീറ്റർ ആണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ പർവ്വതനിരകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് എന്താ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോ ഇതിന്റെ വീതി എല്ലായിടത്തും ഒരുപോലെ അല്ല. 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി കാണപ്പെടുന്നത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, ഹിമാലയം, പശ്ചിമഘട്ടം. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പശ്ചിമഘട്ടം. അപ്പോൾ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിട്ടുള്ളതിൽ ഉൾപ്പെടാത്തത് പശ്ചിമഘട്ടമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി എത്ര മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പൊതുവെ പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്? 600 മീറ്റർ, 900 മീറ്റർ, 1200 മീറ്റർ, 500 മീറ്റർ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 900 മീറ്റർ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഹിമാലയം ആൽപ്സ്, പശ്ചിമഘട്ടം ആരവല്ലി, വിന്ധ്യൻ സത്പുര, റോക്കീസ് ആൻഡീസ്. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് ഹിമാലയം, ആൽപ്സും നടക്കു പർവ്വതങ്ങൾ എന്നറിയപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ രാജ്യത്തിന്റെ ഭൂപ്രകൃതിപരമായ വൈവിധ്യത്തിന് വലിയ പങ്കുണ്ട്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 4 പ്രധാന വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നിവ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പെടുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 4 പ്രധാന വിഭാഗങ്ങളായിട്ടല്ല 5 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ രൂപപ്പെട്ടിരിക്കുന്ന പർവ്വതനിരകൾ ഉൾപ്പെടുന്നതാണ് ഉത്തരപർവ്വത മേഖല. പടിഞ്ഞാറ് ബ്രഹ്മപുത്ര നദി മുതൽ കിഴക്ക് സിന്ധു നദി വരെയാണ് ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നത്.
ഉത്തരപർവ്വത മേഖലയിലെ പർവ്വതങ്ങളുടെ വീതി പല ഭാഗങ്ങളിലും 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 3 എന്നിവ മാത്രമാണ് ശരി. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നത്. മടക്ക് പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾക്ക് സമ്മർദ്ദ ഫലമായി വലനം സംഭവിച്ചാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ പർവ്വതങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നു. ഹിമാലയം, ആൽപ്സ് എന്നിവ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 600 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഇത്തരം ഭൂരൂപങ്ങളെയാണ് മടക്കുപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രധാന ഭൂരൂപങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ മരുഭൂമിയും തീരസമതലങ്ങളൊക്കെ ഇന്ത്യയുടെ പ്രധാന ഭൂരൂപങ്ങളിൽ പെടുന്നവയാണ്. ട്രാൻസ് ഹിമാലയവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്കായി കാണപ്പെടുന്ന വിഭാഗമാണ് ഇത്. ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കാരക്കോറം പർവ്വതനിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ നൽകിയിരിക്കുന്ന പർവ്വതനിരകളെ അവ ഉൾപ്പെടുന്ന വിഭാഗവുമായി ശരിയായി ജോഡി ചേർക്കുക. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, ഹിമാദ്രി, നാഗ കുന്നുകൾ, കാരക്കോറം. ഇതിൽ വരുന്നത് ട്രാൻസ് ഹിമാലയം, കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഹിമാലയം, ഹിമാദ്രി, അതുപോലെ കിഴക്കൻ കുന്നുകൾ, നാഗ കുന്നുകൾ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഇതില് ഓപ്ഷൻ 1 സി, 2 എ, 3 ബി, അത് ഓപ്ഷൻ എയിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിവാലിക് പർവ്വതനിരയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന നിരയാണിത്. ഗംഗാ സമതലത്തിന് അഭിമുഖമായി ഈ പർവ്വതനിര നിലകൊള്ളുന്നു. ഇതിന്റെ ശരാശരി വീതി ഏകദേശം 25 കിലോമീറ്റർ മാത്രമാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഇതിനെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ സിവാലിക് നിരയുടെ വീതി ഏകദേശം 60 to 150 കിലോമീറ്റർ വരെയാണ്. താഴെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഏത് പർവ്വതനിരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലസ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഉയരം 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. ഇതിന്റെ വീതി ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, കാരക്കോറം. ഇതില് ഓപ്ഷൻ ബി ഹിമാചൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഗ്രേറ്റർ ഹിമാലയം അഥവാ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാദ്രി നിരയെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 6100 മീറ്ററിലധികം ഉയരമുള്ള പർവ്വതനിരയാണിത്. ലോകത്തിലെ ഉയരം കൂടിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ഈ നിരയുടെ ശരാശരി വീതി ഏകദേശം 150 കിലോമീറ്റർ ആണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതില് ഓപ്ഷൻ എ 1, 2 പ്രസ്താവനകളാണ് ശരി. ഹിമാദ്രിയുടെ വീതി ഏകദേശം 25 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ മുകൾ ഭാഗത്തെയും ചേർത്ത് പറയുന്ന പേര് എന്താണ്? അസ്തനോസ്ഫിയർ, ശിലാമണ്ഡലം, ഭൂകേന്ദ്ര മണ്ഡലം, കാമ്പ്.
ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ശിലാമണ്ഡലം. ഫലക അതിരുകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. ഫലകങ്ങൾ പരസ്പരം തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ് ഛേദക സീമ. ഇതില് ഓപ്ഷൻ ഡി, ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഏകദേശം 150 to 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. വടക്കോട്ട് നീങ്ങിയ ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകവുമായി അടുത്തപ്പോൾ ഇവയ്ക്കിടയിൽ ഉണ്ടായിരുന്ന ടെഥിസ് കടലിലെ അടിഞ്ഞുകൂടിയ അവസാദങ്ങൾ മടങ്ങി ഉയരാൻ തുടങ്ങി. ഫലകങ്ങളുടെ വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2 എന്നിവ മാത്രമാണ് ശരി. ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ്. ഇത് രൂപം കൊണ്ടത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന സംയോജക സീമയിലാണ്, വിയോജക സീമയിലല്ല. ഗിരികന്ധരങ്ങൾ എന്ന ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കാറ്റിന്റെ അപരദന പ്രക്രിയ മൂലം പർവ്വതനിരകൾക്കിടയിൽ രൂപപ്പെടുന്ന വലിയ മൺകൂനകളാണിവ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ആഴമേറിയ താഴ്വരകളാണിവ. കടൽ തീരങ്ങളിൽ തിരമാലകളുടെ ശക്തമായ ആഘാതം മൂലം രൂപപ്പെടുന്ന ഗുഹകളാണിവ. ഫലകചലനങ്ങൾ കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന വലിയ പിളർപ്പുകളാണിവ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളും അവയെ വേർതിരിക്കുന്ന നദികളും തമ്മിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് ഏത്? പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി, മധ്യ ഹിമാലയം കാളി ടീസ്ത, കിഴക്കേ ഹിമാലയം ടീസ്ത ബ്രഹ്മപുത്ര. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാ ജോഡികളും ശരിയാണ്. കാശ്മീർ ഹിമാലയത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദീ താഴ്വര വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ എന്നിവ കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വത നിരകളാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 3 മാത്രം, 1, 2, 3 എന്നിവയെല്ലാം. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ഹിമാദ്രി നിരയിൽ, കാരക്കോറം നിരയിൽ, പീർ പാഞ്ചൽ നിരയിൽ, ലഡാക്ക് നിരയിൽ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കാരക്കോറം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാനി ഏതാണ്? ബാൾട്ടാറോ ഹിമാനി, ബിഫോ ഹിമാനി, സിയാച്ചിൻ ഹിമാനി, ഗംഗോത്രി ഹിമാനി. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സിയാച്ചിൻ ഹിമാനി. ഹിമാലയൻ പർവ്വതനിരയ്ക്ക് കുറുകെ അപരദനത്തിലൂടെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതെല്ലാം? സിന്ധു, ഗംഗ, സത്ലജ് ഇവയെല്ലാം. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇവയെല്ലാം. ശ്രീനഗർ പട്ടണം ഏത് പ്രശസ്തമായ തടാകത്തിന്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദാൽ തടാകം, വൂളാർ തടാകം, ചന്ദ്രദാൽ, മനസ്ബൽ. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ദാൽ തടാകം. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ കാശ്മീർ ഹിമാലയത്തിൽ മർഗുകൾ എന്ന് വിളിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് ഉദാഹരണം ഏത്? മർഗുകൾക്ക് ഉദാഹരണം ഡെറാഡൂൺ, ബുഗ്യാൽ, ഗുൽമാർഗ്, കുളു. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഗുൽമാർഗ്. താഴെ പറയുന്നവയിൽ ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ചൂട് നീരുറവ ഏതാണ്? മണികരൻ, ബസിഷ്ട്, ഗീർഗംഗ, തട്ടാപാനി. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മണികരൻ.
ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പ്രസിദ്ധമായ ഡെറാഡൂൺ താഴെ പറയുന്ന ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? മർഗുകൾ, ഡൂണുകൾ, ബുഗ്യാൽ, ചുരങ്ങൾ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡൂണുകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഇടയന്മാരുടെ കാലികളുമായുള്ള കുടിയേറ്റത്തെ വിളിക്കുന്ന പേരെന്ത്? ടൂറിസം, ട്രാൻസ്ഹ്യൂമൻസ്, ഗതാഗതം, ഗതോഗതം, വെർട്ടിക്കൽ മൈഗ്രേഷൻ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ട്രാൻസ്ഹ്യൂമൻസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന മധ്യ ഹിമാലയ ഭാഗം ഏത് രാജ്യത്താണ്? ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, നേപ്പാൾ. മധ്യ ഹിമാലയത്തെയും കിഴക്കൻ ഹിമാലയത്തെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കാളി നദി മുതൽ ടീസ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരം കിഴക്കൻ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? 1 മാത്രം, 2 മാത്രം, 1 2 ശരിയാണ്, 1 2 തെറ്റാണ്. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 1 മാത്രമാണ് ശരി. കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ പൊന്തിക്കിടക്കുന്ന സസ്യഭാഗങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെ പുംടികൾ എന്ന് വിളിക്കുന്നു. ഇത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ഇടമാണ്. ഇതില് ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഹിമാലയൻ നദികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നദീവ്യവസ്ഥ. ഇവ വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന അസ്ഥിര നദികളാണ്. ഇതില് ഓപ്ഷൻ ഡി 2 മാത്രം തെറ്റാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മഴയിൽ നിന്നും മഞ്ഞുരുകിയൊക്കെ ജലം ലഭിക്കുന്നതുകൊണ്ട് വർഷം മുഴുവൻ നീരൊഴുക്ക് ഉണ്ടാകും. അപ്പൊ ഒരിക്കലും വറ്റിപ്പോകുന്നില്ല. അരുണാചൽ പ്രദേശിലെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹിമാലയൻ ചുരം ഏതാണ്? ദിഫു ചുരം, നാഥുല ചുരം, ബോംഡില ചുരം, റോഹ്താങ് ചുരം. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ബോംഡില ചുരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങൾ താഴെ പറയുന്ന ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂർവാചൽ കുന്നുകൾ, കാശ്മീർ ഹിമാലയം, മധ്യ ഹിമാലയം, സിവാലിക് മലനിരകൾ. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പൂർവാചൽ കുന്നുകൾ. കാശ്മീർ താഴ്വരയിൽ ഹിമാനികളുടെ നിക്ഷേപത്താൽ രൂപപ്പെട്ടതും കുങ്കുമപ്പൂവ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യവുമായ നേർത്ത മണ്ണും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡൂണുകൾ, കരേവാസ്, മർഗുകൾ, ബുഗ്യാൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കരേവാസ്. തീവ്രമായ അപരദനം മൂലം ഹിമാലയൻ നദികൾ പർവ്വത ഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന സവിശേഷമായ ഭൂപ്രകൃതി ഏതാണ്? യു രൂപ താഴ്വരകൾ, വി രൂപ താഴ്വരകൾ, ഓക്സ്ബോ തടാകങ്ങൾ, ഡെൽറ്റകൾ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, വി രൂപ താഴ്വരകൾ. ഹിമാലയൻ സസ്യജാലങ്ങളെയും വനങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഹിമാലയത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളിൽ അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിൽ ഉയരം കുറഞ്ഞ ഭാഗങ്ങളിൽ പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ വളരുന്നു. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഹിമാലയത്തിലെ കൃഷിയെയും മൃഗപരിപാലനത്തെയും കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിൽ തട്ടുതട്ടായുള്ള കൃഷിരീതിയാണ് സാധാരണയായി കണ്ടുവരുന്നത്.
പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത ചെരുവുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഒരു പ്രമുഖ ഇടയ ജനവിഭാഗമാണ് ഗുജറുകൾ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ പോട് കൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2 എന്നിവ മാത്രമാണ്. മറ്റേത് പോട് കൃഷിയല്ല, സ്ഥാനമാറ്റ കൃഷിയാണ് ചെയ്തു വരുന്നത്. ദേശീയോദ്യാനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് ഏതാണ്? ദച്ചിഗാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, കേബിൾ ലംജാവോ അസം, കോർബറ്റ് ഉത്തരാഖണ്ഡ്. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തെറ്റായിട്ടുള്ള ജോഡിയാണ് കേബിൾ ലംജാവോ. കേബിൾ ലംജാവോ മണിപ്പൂരാണ്. പ്രശസ്തമായ പൂക്കളുടെ താഴ്വര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഉത്തരാഖണ്ഡ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ താപനില വളരെ കുറഞ്ഞ ശീതകാലത്ത് തണുപ്പിനെ അതിജീവിക്കാൻ ജനങ്ങൾ വളർത്തുന്ന കമ്പിളി രോമങ്ങളുള്ള പ്രധാന മൃഗം ഏതാണ്? ഒട്ടകം, യാക്ക്, പശു, ലാമ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യാക്ക്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് വികസിപ്പിച്ചെടുത്ത പ്രധാന റിസോർട്ട് ടൗണുകളിൽ പെടാത്ത നഗരം ഏതാണ്? ഷിംല, ഡാർജിലിംഗ്, നൈനിറ്റാൾ, ജയ്പൂർ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജയ്പൂർ. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ് എന്ന് പ്രസ്താവിച്ച പ്രശസ്ത പർവ്വതാരോഹകൻ ആരാണ്? എഡ്മണ്ട് ഹിലാരി, ടെൻസിംഗ് നോർഗെ, ബജേന്ദ്രി പാൽ, സന്തോഷ് യാദവ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടെൻസിംഗ് നോർഗെ. ഹിമാലയൻ പ്രദേശത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഹിമാലയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകമായി നിലകൊള്ളുന്നു. ഉയരം കൂടുന്തോറും താപനില കുറയുന്നതിനാൽ സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം കാണാം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ പൂർവാഞ്ചൽ കുന്നുകൾക്കിടയിൽ ഏതാണ്ട് മുഴുവൻ നീരാവിയും വർഷിക്കുന്നു. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാഠഭാഗത്ത് നിന്നും ഉള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ.